നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവിടത്തെ മരുമകളുടെ മുഖത്ത് നോക്കി ചിലതൊക്കെ ചോദിക്കാനാ വന്നത്. സംഭവിച്ചാല് ഞങ്ങൾക്ക് വിഷമമുണ്ട്, ഒന്നും മനഃപൂർവ്വമല്ല. മനഃപൂർവ്വം തന്നെയാ. ഇവിടെ എന്റെ സിദ്ധാർത്ഥനെ തട്ടിയെടുക്കാൻ തന്നെയാ വന്നത്. എനിക്കറിയണം ഇവൾക്ക് സിദ്ധാർത്ഥനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന്. കുട്ടി, അങ്ങനെയൊന്നുമില്ല. എനിക്ക് സിദ്ധാർത്ഥമായിട്ട് ഒരു ബന്ധവുമില്ല. അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ മനഃപൂർവ്വം ആ ചടങ്ങ് മുടക്കാൻ വന്നൊന്നുമല്ല. എന്തായാലും ചടങ്ങ് മുടങ്ങിയില്ലേ? കണ്ടോ, ഇവിടത്തെ ആണെങ്കിലും ഈ പെൺകൊച്ചിന് ബോധവും വിവരവും വകതിരിവും ഉണ്ട്. അതെ, അതെന്റെ ചെറുമകളാ, അതിന്റെ ഗുണമൊക്കെ കാണും. മയൂരി പ്ലീസ്, ഞാൻ പറയുന്നതാണ് സത്യം, അതൊന്ന് വിശ്വസിക്ക. ഇല്ലടി, ഞാൻ വിശ്വസിക്കത്തില്ല. നിന്റെ ചരിത്രം മുഴുവൻ ഞാൻ തിരക്കി അറിഞ്ഞു. കെട്ടിയവൻ ആശുപത്രിയിൽ ബോധമില്ലാതെ കിടക്കുമ്പോ അവിടുത്തെ ഡോക്ടറുമായി പ്രേമത്തിലായവളല്ലേടി നീ? കെട്ടിയവന്റെ കണ്ണടഞ്ഞപ്പോ നീ ആ ഡോക്ടറുമായിട്ട് അഴിഞ്ഞടി നടക്കുന്നു. നല്ല കാശുകാരനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ നീ പതിയെ ഡോക്ടറെ അങ്ങ് വിട്ട് ആ പുളിങ്കൊമ്പ് അങ്ങ് പിടിച്ചു. അതാണടി സത്യം. കെട്ടിയോനും ചത്ത് സ്വന്തമായിട്ട് ആരുമില്ലാത്ത ഒരു അനാഥ പെണ്ണിന്റെ വെപ്രാളം ഞങ്ങൾക്ക് മനസ്സിലാകും. എന്റെ വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അവര് പറയും മനോഹര, നഷ്ടം സംഭവിച്ചത് അവർക്കല്ലേ, അവരുടെ ദണ്ണം അവർക്കല്ലേ അറിയൂ. അത് തന്നെ. അമ്മ ചുമ്മാ ഒന്നിന്റെ കൂടെ ഒരു തള്ളുന്ന രീതിയിലേ സപ്പോർട്ടായിട്ട് നിൽക്കണ്ട. അമ്മ മാത്രമല്ല ആരും. നിങ്ങൾ വീട്ടുകാരുടെ സപ്പോർട്ടാ ഈ അഴിഞ്ഞാട്ടക്കാരുടെ ധൈര്യം. നിങ്ങളെ ഇവിടെ വളം വെച്ച് വഷളാക്കുന്നേ. അനാവശ്യം പറയരുത്. നിങ്ങൾ ഈ വീട്ടിലേക്ക് കേറി വന്നവരായതുകൊണ്ടാ പറയുന്നത് കേട്ട് നിൽക്കുന്നേ, അല്ലാതെ ഭയന്നിട്ടൊന്നുമല്ല. നിങ്ങളുടെ മകളുടെ ജീവിതത്തില് ഒരു വഴിമുടക്കിയായിട്ടൊന്നും ദേവിക വന്നതല്ല. ആ സിദ്ധാർത്ഥന്റെ ഉള്ളിൽ മിടിക്കുന്നത് ദേവികയുടെ ഭർത്താവിന്റെ ഹൃദയം. ഞങ്ങളുടെ സുതിമോന്റെ. അതിന് ഞങ്ങൾ എന്ത് വേണം? നിങ്ങൾ കാശ് വാങ്ങിച്ചൊരു സാധനം വിറ്റു, പിന്നെ അതിന്റെ പേരും പറഞ്ഞ് പിന്നാലെ വരണോ? സഹോദരി, നിങ്ങൾക്ക് മകൾക്കും കഴുത്തിന് പറ്റി നാക്കാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. മോളെ വിളിച്ചോണ്ട് പോവാൻ നോക്കും. കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്തവരോട് തർക്കിച്ച് നേരം കളയാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല. കാര്യം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ചത്ത് കെട്ടുപോയ കെട്ടിയോന്റെ ചങ്കിന്റെ കരളിന്റെ പേര് പറഞ്ഞ് ഞാൻ മോഹിച്ച ആളിനെ എന്നിൽ നിന്ന് അടർത്തിയെടുത്ത് സ്വന്തമാക്കാൻ വന്നാൽ വെച്ചേക്കത്തില്ല നിങ്ങളെ ഞാൻ. ഈ ഭൂമിക്ക് മുകളിലെ കാണത്തില്ല നിങ്ങൾ. ഓ, അത് സാരയില്ലെന്ന്. ദേവിക മോളെ ആകാശത്ത് കുടില കെട്ടി താമസിച്ചോളൂ. അതായിരിക്കും നല്ലത്. അവിടെ ആവുമ്പോ ചത്തുപോയ കെട്ടിയോനും കൂട്ട് കാണുമല്ലോ. എടി മോളെ, ഓണത്തിന് നീ ഉണ്ടെങ്കിലും കൂടുതലേ ഒരു ഉരുള കൂടുതലുണ്ടവനാ ഈ മനോഹരൻ. എന്റെ മരുമകളുടെ ദേഹത്തെ ഒരു നുള്ള പൂഴി പോലും വീഴാതെ നോക്കാൻ എനിക്കറിയാം. കാണാം, കണ്ടോളാം. പറയാനുള്ളതേ മനുഷ്യന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ പറപ്പിക്കലല്ല എന്റെ ജോലി. വരുന്നതേ വരുന്നിടത്ത് വെച്ച് കാണും. ദേവിക ചിലപ്പോ ഇനിയും സിദ്ധാർത്ഥനെ കണ്ടെന്ന് വരും. മിണ്ടിയെന്നും വരും.
സിദ്ധാർത്ഥൻ ഇനി ഇവിടെ വന്നെന്നും വരും. നിങ്ങളുടെ മകളെ വേണമെങ്കിൽ സിദ്ധാർത്ഥൻ കല്യാണം കഴിച്ചോണ്ട് വരും. അത് ഞങ്ങളുടെ വിഷയമല്ല. അനുഭവിക്കും നിങ്ങള്, അനുഭവിപ്പിക്കും. നിങ്ങൾക്കറിയത്തില്ല കൊട്ടാരം വീട്ടിലെ മോഹിനിയെ. വാ മോളെ. ഒരിക്കലും എന്റെ മകനെ അപമാനിച്ചിറക്കി വിട്ടവളാ ഇവള്. അതിനുള്ളതും കൂടെ ചേർത്ത് ഞാൻ ഇവക്ക് കൊടുക്കാം. ഇനി നിനക്ക് വാർണിംഗ് ഇല്ല. ഓർത്ത് വെച്ചോ നീ, എന്റെ പേര് മയൂരി എന്നാ. അതെ, ഇപ്പൊ തൃപ്തിയായല്ലോ. വഴിയെ പോകുന്നവര് പോലും വീട്ടിൽ കയറി തെറി പറയാൻ തുടങ്ങി. അയ്യോ, വള്ളു കേട്ട് കാത് തഴമ്പിച്ചവർക്ക് എന്ത് ഉളുപ്പ്. മറ്റുള്ളവർക്കും ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ എന്റെ ഭഗവതി. എന്റെ അമ്മ ഇതൊരു ആഗോള പ്രശ്നമാക്കണ്ട. ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെടത്തില്ലെന്നറിയാം, എന്നാലും പറഞ്ഞു പോവാ. ഇത് പ്രശ്നം വലുത് തന്നെയാ. ഒരു കാര്യമില്ലാതെ പുറത്തുനിന്ന് പുതിയ ശത്രുക്കളെ ഉണ്ടാക്കിയില്ലേ. അകത്തുള്ള ശത്രുക്കളൊക്കെയുള്ള ഭേദം പുറത്തുള്ള ശത്രുക്കളാ. അവരാകുമ്പോ ചിരിച്ചോണ്ട് കഴുത്തറക്കത്തില്ല. ഓ, നമ്മൾ ഈ നാട്ടുകാരനല്ലേ, നമ്മൾ ഇനി ഒന്നും മിണ്ടുന്നില്ലേ. അച്ഛൻ പിന്നെയും ഇവരെ ന്യായീകരിക്കുകയാണോ? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ, കല്ല് പോലെ. നിത്യ, അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിത്യയ്ക്കും അറിയാം. എന്റെ ഭാഗത്തുനിന്ന് നിത്യ ഒന്ന് ചിന്തിച്ചാ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓ, മനസ്സിലായി. അല്ലെങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തിലെ സന്തോഷം തല്ലിക്കെടുത്തുന്നത് നിങ്ങൾക്കൊരു ആനന്ദമാ. നിങ്ങളുടെ ജീവിതത്തിലെ വെളിച്ചം കെട്ടുപോയതിന്റെ പ്രതികാരം. നിത്യേ, ഒരുപാടങ്ങ് സംസാരിച്ച് കിഴക്കോട്ട് പോവണ്ട. ഞാൻ പറയും, എന്റെ കല്യാണ നിശ്ചയം ഇവര് മുടക്കി. ആ ഡോക്ടർ നിരഞ്ജന്റെ കുടുംബം കലക്കി. ഇപ്പതാ വേറെ 2 കുടുംബങ്ങളിലും കൂടെ കനല് കോരിയിട്ടു. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിലുള്ള നിൽപ്പും മേമ്പൊടിക്ക് കുറച്ച് പൂങ്കണ്ണീരും. അമ്മേ നിർത്ത്. ആവേശ കമ്മിറ്റി ആവശ്യത്തിന് തുള്ളി, അത് മതി. മോള് പോയി മോടെ പാട് നോക്ക്. ചെല്ല്.